ഫിസിക്സിലെ പലതരം കോൺസെപ്റ്റ് കുറെ കൂടി നന്നായി നമ്മളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് വെക്റ്റേഴ്സ്. സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. സ്കെയിലർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ്, വോള്യൂം തുടങ്ങിയവ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് മാഗ്നിറ്റ്യൂഡിനൊപ്പം ഡയറക്ഷൻ കൂടി ഉള്ളവയാണ്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് തുടങ്ങിയവ. നിങ്ങൾ ഒരു ഡെസ്കിൽ നിന്നും 2 മീറ്റർ അകലെയാണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി വെച്ചാണ്. പക്ഷേ ഡെസ്കിലേക്ക് പോകണമെങ്കിൽ 2 മീറ്റർ ഏത് ഡയറക്ഷനിൽ നടക്കണം എന്നതും കൂടി റിലവൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് വിൽ ബി 2 മീറ്റേഴ്സ് ടു ദ റൈറ്റ്. ഇതാണ് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ സിഗ്നിഫിക്കൻസ്. മാഗ്നിറ്റ്യൂഡിനൊപ്പം ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി കുറേ കൂടി ഇൻഫോർമേഷൻ ലഭിക്കും. അതുപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻസ് കുറേ കൂടി എളുപ്പത്തിലും ഇഫക്റ്റീവായും ചെയ്യാൻ സാധിക്കും. നമുക്ക് വെക്റ്റർ റെപ്രസെൻറ്റേഷനെ പറ്റി സംസാരിക്കാം. വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാറ് ഒരു ആരോ വെച്ചാണ്. ആരോവിൻ്റെ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ആരോവിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. അതായത് അത് ഏത് ദിശയിൽ ആക്ട് ചെയ്യുന്നു എന്നതാണ് ആ ആരോയുടെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഒരു വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ സിമ്പലിൻ്റെ മുകളിൽ ഒരു ആരോ സൈൻ വരച്ചിട്ടാണ്. ചിലപ്പോൾ വെക്റ്റർ സിമ്പലിൻ്റെ മുകളിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഴുതും എഫ് വെക്റ്റർ ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺസ് ടുവേർഡ്സ് റൈറ്റ് എന്ന്. ഇങ്ങനെയാണ് ഒരു വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഇനി ഇതാണ് എഫ് വെക്റ്റർ എന്ന് നമുക്കറിയാം. വെറുതെ ക്യാപിറ്റൽ എഫ് എന്നെഴുതിയാലോ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ന്യൂട്ടൺസ് എന്ന് വേണം പറയാൻ. വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യാൻ മോഡുലസ് സൈനും ഉപയോഗിക്കാറുണ്ട്. അതായത് ഇങ്ങനത്തെ 2 വെർട്ടിക്കൽ ലൈൻസിൻ്റെ ഇടയിൽ വെക്റ്ററിൻ്റെ സിമ്പൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്നാണ് അർത്ഥം. ഇതിനെ നമ്മൾ മോഡ് എഫ് എന്നാണ് പറയുക. ഈക്വൽ വെക്റ്റേഴ്സ് എന്താണ്? 2 വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും സെയിം ആണെങ്കിലാണ് അവയെ ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് നമ്മൾ പറയാറ്. ഈ കേസിൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും സെയിം ലെങ്ത് ആണ്. അതേപോലെ സെയിം ഡയറക്ഷനിലാണ് അവ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി എന്ന് നമുക്ക് പറയാം. വേറെ ഒരു വെക്റ്റർ വെക്റ്റർ എയുടെ സെയിം മാഗ്നിറ്റ്യൂഡും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനും ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് വെക്റ്റർ സി എന്ന് വിളിക്കാം. ഇവിടെ വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്നിവ സെയിം മാഗ്നിറ്റ്യൂഡാണ്. അതുകൊണ്ട് നമുക്ക് മോഡ് എ ഇസ് ഈക്വൽ ടു മോഡ് ബി ഇസ് ഈക്വൽ ടു മോഡ് സി എന്ന് എഴുതാം. എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നതും ശരിയാണ്. പക്ഷേ വെക്റ്റർ എ ഇസ് ഈക്വൽ ടു വെക്റ്റർ സി എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം വെക്റ്റർ എയും വെക്റ്റർ സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു മൈനസ് വെക്റ്റർ സി എന്ന് പറയുന്നതാണ് ശരി. ഇനി സീറോ വെക്റ്റർ എന്താണെന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ഒരു വെക്റ്ററിന് പറയുന്ന പേരാണ് സീറോ വെക്റ്റർ. ഇതിനെ നൾ വെക്റ്റർ എന്നും പറയാറുണ്ട്. ഒരു വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ അതിനെയാണ് നൾ വെക്റ്റർ അല്ലെങ്കിൽ സീറോ വെക്റ്റർ എന്ന് പറയുക. അടുത്തത് യൂണിറ്റ് വെക്റ്ററാണ്. ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂണിറ്റ് വെക്റ്റർ. ഇനി ഒരു വെക്റ്റർ എ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ല, പകരം 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ഒരു യൂണിറ്റ് വെക്റ്ററിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എടുത്തിട്ടാണ്. ഇതിനെ നമ്മൾ എ ഹാറ്റ് എന്നാണ് വിളിക്കുക. യൂഷ്വലി ഈ ഹാറ്റ് ഡിനോട്ട് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് 1 ആണ് എന്നാണ്. എ ഹാറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഹാറ്റ് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതായത് 1. അതുകൊണ്ട് തന്നെ ഏതൊരു വെക്റ്ററിൽ നിന്നും യൂണിറ്റ് വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയാണ് അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡുമായി ഡിവൈഡ് ചെയ്യുക എന്നത്.
അടുത്തത് ഓർത്തോഗോണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. XYZ എന്നീ ആക്സിസ് ഒരു 3D പ്ലെയിനിൻ്റെ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്റ്ററിന് പറയുന്ന പേരാണ് I hat. Y ആക്സിസിൻ്റെ പാരലലായി യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുമായി പോകുന്ന യൂണിറ്റ് വെക്റ്ററിന് പറയുന്ന പേരാണ് J hat. Z ആക്സിസിന് പാരലലായി പോകുന്നത് പറയുന്ന പേരാണ് K hat. അല്ലെങ്കിൽ ഇതിനെ I cap, J cap, K cap എന്നും റെഫർ ചെയ്യാറുണ്ട്. ഒരു പോയിന്റ് P ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റ് ഇരിക്കുന്നത് 1, 2, 3 എന്ന പോയിന്റിലാണ്. അതായത് എക്സ് ആക്സിസിൽ അത് 1 യൂണിറ്റ് ദൂരെയാണ് ഇരിക്കുന്നത്. Y ആക്സിസിന് പാരലലായി അത് 2 യൂണിറ്റ്സ് ദൂരെയാണ് ഇരിക്കുന്നത്. Z ആക്സിസിന് പാരലലായോ അത് 3 യൂണിറ്റ്സ് ദൂരെയാണ് ഇരിക്കുന്നത്. ആ പോയിന്റ് P നമ്മൾ ഒരു വെക്റ്ററായി ഡിനോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സിനെ 1 I hat പ്ലസ് 2 J hat പ്ലസ് 3 K hat എന്നാണ് പറയുക. ഈ ഒരു ഡിനോട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I cap, J cap, K cap എന്നിവ എന്താണെന്നും അറിഞ്ഞിരിക്കുന്നത് കാൽക്കുലേഷൻസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും.